ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു ജെസ്സി സ്പോട്ട്ലൈറ്റ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയാണ്. അതുകൊണ്ട് തന്നെ ലൈഫ് മിഷനിൽ അപേക്ഷ വെച്ചൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാൻ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ സംശയമാണ് ഗുണഭോക്താക്കളുടെ കരട് പട്ടിക എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്നത്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഡ് അടിസ്ഥാനത്തിലാണ് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഈ പട്ടിക തീർത്തും മലയാളത്തിൽ തന്നെയായിരിക്കും. ഈ പട്ടിക തയ്യാറാക്കുമ്പോൾ അർഹരായ ആളുകളുടെ ക്രമ നമ്പർ, സർവേ നമ്പർ അല്ലെങ്കിൽ കോഡ്, ഗ്രഹനാഥന്റെ പേര്, മേൽവിലാസം, റേഷൻ കാർഡ്, ആധാർ നമ്പറുകൾ, ക്ലേശ ഘടകങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തിയ ഒരു ലിസ്റ്റ് ആയിരിക്കും തയ്യാറാക്കുക. ഇതിൽ നിന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊന്നും ഉൾപ്പെടുത്താതെ അർഹരായ ആളുകളുടെ പേരായിരിക്കും പൊതുവെ പ്രദർശിപ്പിക്കുക. ഇനി അടുത്തൊരു സംശയമാണ്, എവിടെയാണ് നമ്മൾക്ക് ഈ പട്ടിക കാണാൻ കഴിയുന്ന, അർഹരായവരുടെ ലിസ്റ്റ് എവിടെയാണ് കാണാൻ കഴിയുന്നതെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ അറിയിപ്പ് പ്രകാരം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഓഫീസുകൾ, കളക്ടറേറ്റ്, കുടുംബശ്രീ ഓഫീസുകൾ, അതുപോലെ അംഗനവാടികൾ, വില്ലേജ് ഓഫീസുകൾ, പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലുള്ള പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾ, കൂടാതെ വാർഡിലെ കരട് പട്ടിക ആ വാർഡുമായി ബന്ധപ്പെട്ട കൗൺസിലർ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ കയ്യിലും ഉണ്ടായിരിക്കും. അടുത്ത ഒരു സംശയമാണ്, പൂർത്തീകരിക്കാത്ത ഭവനങ്ങൾ ഉള്ളവരെ ഭവനരഹിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമോ എന്നത്. ഇപ്പോൾ ഈ പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തുകയില്ല. ഇവർക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു പദ്ധതി തയ്യാറാക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ ഭവനമില്ലാത്ത ആളുകളെ അല്ലെങ്കിൽ ഭൂരഹിത ഭവനരഹിതരെയാണ് ഈ ഒരു കാര്യത്തിൽ ഉൾപ്പെടുത്തുന്നത്. അടുത്ത സംശയം, വാസയോഗ്യമല്ലാത്ത ഭവനങ്ങളിൽ താമസിക്കുന്നവരെ ഈ ഒരു ഘട്ടത്തിൽ ഉൾപ്പെടുത്തുമോ എന്നതാണ്. തീരെ വാസയോഗ്യമല്ലാത്ത ഷീറ്റ്, അതുപോലെ തടി, അങ്ങനെ ഓട്, അങ്ങനെയൊക്കെ കൊണ്ട് മറച്ചിരിക്കുന്നത്, അതുപോലെ തീരെ വാസയോഗ്യമല്ലാത്തവരെ ഈ ഒരു കാര്യത്തിൽ പരിഗണിക്കുമെന്ന് കൂടി ഓർക്കുക. ഒരുമാതിരിയൊക്കെ താമസിക്കാൻ പറ്റുന്ന വീടുള്ളവരെ ഇപ്പോൾ ഉൾക്കൊള്ളിക്കാതെ തീരെ നിവൃത്തിയില്ലാത്തവരെ, ഷീറ്റ്, അതുപോലെ ഒരു ടാർപോളിനൊക്കെ വലിച്ചു കെട്ടിയൊക്കെ താമസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഇത്തരം ഒരു ആളുകളെ എല്ലാം ഇപ്പോൾ പരിഗണിച്ചുകൊണ്ട്, എന്നാൽ ഒരുവിധം വാസയോഗ്യമാണ്, പൂർത്തീകരിക്കാത്ത ഭവനങ്ങളൊക്കെ ആണെങ്കിൽ പിന്നീടുള്ള ലിസ്റ്റിലേക്കായിരിക്കും അവരെ ഉൾപ്പെടുത്തുക എന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു സംശയമാണ്, ക്ലേശ ഘടകങ്ങൾ ഉള്ള കുടുംബങ്ങളെ പരിഗണിക്കുമ്പോൾ അവർ അപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കണോ? എൻക്വയറിക്ക് വരുമ്പോൾ തന്നെ ഹാജരാക്കണം എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പറയുന്നത്, എൻക്വയറിക്കായിട്ട് നിങ്ങളെ ഓൺലൈൻ വഴിയൊക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ ആ സമയത്ത് ആ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നീട് നിങ്ങളെ പരിഗണിച്ച് നിങ്ങൾ പട്ടികയിൽ ഉൾപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് വീട് നൽകുന്ന സമയത്ത് ഇത്തരം ക്ലേശ ഘടകങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിയാൽ മതി. അതുപോലെ തന്നെ ഭൂമി സ്വന്തമായിട്ടുള്ള ആളുകളുടെ സംശയമാണ്, കൈവശമുള്ള വസ്തുവിന്റെ അളവ് പരിശോധിക്കുമ്പോൾ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ആവശ്യമുണ്ടോ എന്ന്. സാധാരണയായി ആവശ്യമില്ല എന്നാണ് അറിയിക്കുന്നത്. എന്നാൽ ഇതിൽ എന്തെങ്കിലും അളവുകൾ നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും മറ്റും ഈ രേഖകൾ ശേഖരിച്ച് നിങ്ങൾ കാണിക്കേണ്ടതായിട്ട് വരും. ഇനിയാണ് മിക്കവാറും ആളുകൾക്കുള്ള ഒരു സംശയം, തങ്ങളുടെ സ്ഥലം മറ്റൊരു പഞ്ചായത്തിലാണ് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലാണ്, അവർ താമസിക്കുന്നത് വേറെ ഒരു സ്ഥലത്താണ്. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഭവനരഹിതനായി താമസിക്കുകയും എന്നാൽ അയാളുടെ ഭൂമി മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ വരികയും ചെയ്യുകയാണെങ്കിൽ ഈ ഗുണഭോക്താവിനെ എവിടെ പരിഗണിക്കുമെന്ന ക്ലേശ ഘടകങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പരിഗണിക്കപ്പെടും. അതുപോലെ ക്ലേശ ഘടകങ്ങളുടെ എണ്ണം അനുസരിച്ചായിരിക്കും നിങ്ങളെ പരിഗണിക്കുക. ഇനി ഒരുപോലെയുള്ള ക്ലേശഘടകങ്ങൾ ഉള്ള ആളുകൾ കൂടുതൽ വരികയാണെങ്കിൽ അതിലെങ്ങനെ മുൻഗണന കണ്ടെത്താം എന്നതിൻ്റെ ഒരു ലിസ്റ്റാണ്. ഇതിനകത്ത് ഏതാണ് നിങ്ങളുടെ മുൻഗണന എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ നിങ്ങൾ എത്രാമത് വരും എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ പ്രയോറിറ്റി മുൻഗണന നൽകുന്ന മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അല്ലെങ്കിൽ ശാരീരിക വളർച്ച ഇല്ലാത്ത ആളുകൾ, തളർച്ച ബാധിച്ചവര്, ഇത്തരം ആളുകളാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ വരിക. എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ, അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ശാരീരിക തളർച്ച, ഇവരാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നത്. ഇനി രണ്ടാമത്തെ മുൻഗണന ലഭിക്കുന്ന അഗതികളാണ്. മൂന്നാമത്തേത് അംഗവൈകല്യമുള്ളവർ, അതായത് 40% മുകളിൽ അംഗവൈകല്യമുള്ള ആളുകൾ മൂന്നാമത്തെ മുൻഗണനയിലാണ് പെടുന്നത്. ഇനി ഭിന്ന ലിംഗക്കാർ പെടുന്നത് നാലാമതും ആണ്.
അടുത്ത അഞ്ചാമതായി വരുന്നത് ഗുരുതരമായ അല്ലെങ്കിൽ മാരകമായ രോഗങ്ങൾ ഉള്ളവരെ അഞ്ചാമത്തെ ഘട്ടത്തിലും, ആറാമത്തേതായി വരുന്ന അവിവാഹിതരായ അമ്മമാര്, ഇങ്ങനെയുള്ളവരെ ആറാമത്തെ മുൻഗണനാക്രമത്തിൽ ആറാമതും. ഇനി ഏഴാമത് വരുന്നത് രോഗം അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് വരുമാനം ഇല്ലാത്തൊരവസ്ഥ, ജോലി ചെയ്ത് വരുമാനം കണ്ടെത്താൻ പറ്റാത്ത ആളുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലും ഏറ്റവും അവസാനമായി വരുന്ന മുൻഗണനാ ക്രമത്തിലാണ് വിധവകളും പെടുന്നത്. ഇത്തരം ക്രമം അനുസരിച്ചായിരിക്കും ഇതിലും മുൻഗണന നൽകുക. ഇതിലേതാണ് നിങ്ങളുടെ ക്രമമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഇനി അടുത്ത സംശയം ഭൂരഹിത ഭവനരഹിതരുടെ കാര്യത്തിലാണ്. ഇങ്ങനെയുള്ളവർക്ക് ഒരു ആശങ്കയുണ്ട്. ഇപ്പോൾ തന്നെ എൻക്വയറിക്ക് വരുമ്പോൾ നിങ്ങൾ ഭൂരഹിത ഭവനരഹിതരാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ നൽകണമോ എന്നുള്ളത്. ഇതിപ്പോൾ നൽകണ്ട. എന്നാൽ നിങ്ങൾക്ക് വീട് അനുവദിച്ച് കിട്ടി, നിങ്ങൾക്ക് വീടിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഗുണഭോക്താവിന്, അതായത് അപേക്ഷ കൊടുത്ത നിങ്ങൾക്ക് കുടുംബത്തിൽ ആർക്കും ഭൂമിയില്ല എന്ന്, ആ റേഷൻ കാർഡിൽപ്പെട്ട ആർക്കും തന്നെ ഭൂമിയില്ല എന്നും തങ്ങളുടെ മക്കൾക്ക് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിൽ നിന്നും ഒന്നും സ്ഥലം ഇനി ലഭിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് നഗരത്തിലാണെങ്കിൽ 2 സെന്റ് കൂടുതലോ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലാണ് എങ്കിൽ 3 സെന്റിൽ കൂടുതലോ വസ്തു നിങ്ങൾക്ക് ലഭിക്കാൻ ഇനി ഒരു അവസ്ഥയില്ല എന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യപത്രം ആവശ്യമാണ്. ഇത് വീട് ലഭിക്കുന്ന സമയത്ത് മതി. ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കളുടെ ഫോട്ടോ എടുത്ത് ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കി കഴിയുമ്പോൾ, അതായത് അന്തിമ പട്ടിക തയ്യാറാക്കി കഴിയുമ്പോൾ ഗുണഭോക്താക്കളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തുന്നതാണ്. അടുത്തൊരു കാര്യമാണ്, ഇങ്ങനെ സർവേ എല്ലാം നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് അർഹത ഉണ്ടായിട്ട് നിങ്ങളെ പരിഗണിച്ചില്ല, നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ നൽകാമോ എന്ന്. തീർച്ചയായും നൽകാം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെ എന്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വീണ്ടും അപ്പീൽ നൽകാവുന്നതാണ്. ഇനി പലരുടെയും സംശയമാണ്, മാതാപിതാക്കൾക്ക് വസ്തു ഉണ്ടോ, അവരുടെ വസ്തു നിങ്ങൾക്ക് വീതം വെച്ച് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുമെന്ന്. മാതാപിതാക്കൾക്ക് വസ്തു ഉണ്ടായിരിക്കുകയും എന്നാൽ ഉടനടി വസ്തു ഭാഗം ചെയ്ത് മക്കൾക്ക് നൽകാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളിൽ മക്കളെ ഗുണഭോക്താവായി പരിഗണിക്കുമോ എന്നത്. പരിഗണിക്കാൻ പാടില്ല എന്നാണ് തന്നെ തീരുമാനം. കാരണം പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഭൂമി അല്ലെങ്കിൽ വീട് ലഭിക്കും എന്നതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ പരിഗണിക്കാൻ സാധ്യത ഇല്ല. ഇനി പലരും ചോദിക്കുന്നതാണ്, അപ്പീൽ കൊടുക്കാമെന്ന് എല്ലാ വീഡിയോകളിലും ഞാൻ പറയാറുണ്ട്. നിങ്ങൾക്ക് ഇനി ഈ അപേക്ഷ വെച്ചതിന് ശേഷം നിങ്ങളെ തിരസ്കരിച്ചു, നിങ്ങൾക്ക് പരിഗണന ലഭിച്ചില്ല എങ്കിൽ അപ്പീൽ നൽകാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ട്, അപ്പോൾ പലരും ചോദിച്ചു എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, അതിന് പ്രത്യേകിച്ച് വല്ല ഫോമും ഉണ്ടോ എന്ന്. ഒരിക്കലുമില്ല. നിങ്ങളുടെ സ്വന്തം കൈപ്പിടയിൽ വെള്ള പേപ്പറിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എഴുതി നിങ്ങളെ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്ന കാരണം ഉൾപ്പെടുത്തി അത് തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഉണ്ട് എങ്കിൽ അതും ഉൾപ്പെടുത്തിക്കൊണ്ട് വെള്ള പേപ്പറിൽ തന്നെയാണ് നിങ്ങളൊരു പരാതി അപ്പീലായിട്ട് ജില്ലാ കളക്ടർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നൽകേണ്ടത്. ഇനി അടുത്ത ഒരു സംശയമാണ്, വസ്തു നിലവിലുണ്ട് പക്ഷെ അത് കോടതിയുടെ ഒരു പരിഗണനയിൽ കിടക്കുകയാണ്, അത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ ആ ഒരു സ്ഥലത്ത് വീട് അനുവദിച്ച് കിട്ടുമോ എന്ന് ചോദിക്കുന്നു. ഇത് ഇപ്പോൾ ലഭിക്കുകയില്ല. ആ കേസൊക്കെ തീർന്നതിന് ശേഷം മാത്രമേ ഇത്തരം ഭൂമി ഉള്ളവരെ പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംശയമാണ്, ഒരു റേഷൻ കാർഡിൽ അർഹരായ ഒന്നിലധികം കുടുംബങ്ങൾ ഉണ്ട് എങ്കിൽ അവർക്ക് ഒന്നിലധികം വീടുകൾ ലഭിക്കുമോ എന്ന്. നിലവിൽ അനുവദിക്കുന്നതല്ല എന്നതാണ് തീരുമാനം. എന്നാൽ നിങ്ങളുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് സംസ്ഥാന മിഷനെ, അതായത് ലൈഫ് മിഷനെ അറിയിക്കാവുന്നതാണ്. ഇതിനെ തുടർന്ന് പിന്നീട് അവർ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും. അല്ലാതെ ഈ ഒരു ഘട്ടത്തിൽ ഒരു റേഷൻ കാർഡിന് ഒരു വീടേ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ്, വാസയോഗ്യമല്ലാത്ത വീടുകൾ എന്ന് പറയുമ്പോൾ ചുട്ടെടുക്കാത്ത കട്ട കൊണ്ട് അല്ലെങ്കിൽ മണ്ണുകൊണ്ടൊക്കെ നിർമ്മിച്ച വീടുകളെ ഇപ്രാവശ്യം പരിഗണിക്കുമോ എന്ന്. ഇപ്രാവശ്യം പരിഗണിക്കുന്നില്ല എന്നാണ് അറിയുന്നത്. ഇത്തരം വീടുകളെ സംബന്ധിച്ച് പിന്നീട് തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഞാൻ മുൻപ് തന്നെ പറഞ്ഞു, ഷീറ്റ്, ടാർപോളിന് അതുപോലെ ഒക്കെ വെച്ചിട്ടുള്ള താൽക്കാലിക ഷെഡുകളിൽ കിടക്കുന്ന ആളുകളെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. കട്ടയൊക്കെ വെച്ചിട്ട് മണ്ണുകൊണ്ടൊക്കെ നിർമ്മിച്ച വീടുകളെ പിന്നീട് പരിഹരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്.
സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയും സംശയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ സംശയങ്ങൾക്ക് തുടർന്ന് മറുപടി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബാധകമാണ് എങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ അപ്ഡേഷൻ ഇനി തുടർന്ന് ലഭിക്കും. അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുകൊണ്ട് ഇത്തരം വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കാരണം ലൈഫ് മെഷീനെ കുറിച്ച് അറിയുവാൻ എല്ലാവർക്കും തന്നെ താല്പര്യമുണ്ട്. പക്ഷെ ഇത് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നില്ല. വീണ്ടും വീണ്ടും സംശയങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ജനക്ഷേമപരമായ വീഡിയോകളും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള നിവാരണങ്ങളുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.